ബാബുട്ടൻ്റെ കാള. ബാബുട്ടൻ്റെ കാള പറയുമ്പോൾ തന്നെ വെറൈറ്റീസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാള പറഞ്ഞ ആളുടെ കാള തന്നെ ഉള്ളൂ. കാരണം എന്താ വെച്ചാൽ ആർച്ചിൻ്റെ ഒരു സാധനം ഇങ്ങനെ ഒരു ഈ പണ്ടത്തെ ഈ ചുണ്ടൻവള്ളം പോലത്തെ സാധനം ഇങ്ങനെയാണ്, അതേപോലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന ആളായിരുന്നു. പിന്നെ കാള കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിന് ശേഷം ബാക്കിയുള്ള കാളകളൊക്കെ അതിൻ്റെ സംഭവങ്ങൾ കോപ്പി അടിക്കാനായി. പിന്നെ തലയായാലും ശരി, ആഭരണമായാലും ശരി, കുറേ വെറൈറ്റീസ് ആൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൃഷ്ണമണിയിലൊരു സംഭവമുണ്ട് ഇങ്ങനെ ആട്ടണം, അത് നല്ല രസമാണ്. പണ്ടത്തെ ആ ഒരാളുടെ കാള പറഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നതാണ്. ഒരുമാതിരി അരിയാമ്പറ്റ കായ്ക്കൊന്നൊരെല്ലാം വന്നപ്പോൾ കണ്ടായിരുന്നു, നല്ല രസം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു തല ഒരുമാതിരി പച്ച കളറും പിന്നെ ഒരുമാതിരി ചുവപ്പ് കളറായിട്ട്. കിണാശ്ശേരി ദേശത്തു നിന്നാണ് മെയിനായിട്ട് ആ കാള വന്നിട്ടുണ്ടായിരുന്നത്, ദേശക്കാളായിട്ട്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. തലയിലും പിന്നെ ആഭരണത്തിൻ്റെ ഒക്കെ റേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രസമായിരുന്നു. ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഈ ആർച്ച് ഇങ്ങനെ നോക്കും, മറ്റേ ഭൂതനാഥ സാധാരണ ആ സാധനം വരില്ല, അത് നല്ല രസം ഉണ്ടായിരുന്നതാണ്. ആർച്ച് ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ ആ സാധനം മട്ടത്തിൽ ഇങ്ങനെ ഇങ്ങനെ അത് ഭയങ്കര രസമായിരുന്നു.